ഹലോ. അപ്പൊ ഇന്നത്തെ എന്റെ ഇൻസ്റ്റ സബ്സ്ക്രൈബേഴ്സിനുള്ള വീഡിയോ ആണ്. റോ ആയിട്ട് എത്രത്തോളം വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എന്റെ കൂടെ എന്റെ 3 സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. ഒന്ന് സ്ക്രീനിലേക്ക് വരും. ഇത് ശ്രീ, ഇത് സൗമ്യ, ഇത് മഞ്ജു. ഇവരെനിക്ക് ഒരുപാട് വർഷമായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി ഞാനൊരു ജിമ്മിനും സൂമ്പയ്ക്കും പോയപ്പോഴുള്ള പരിചയമാണ്. എത്ര വർഷം ഉണ്ടാവും? 10-12 കൊല്ലം. 2015 മുതൽ. 2015 മുതൽ. ഇവർക്കും എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ പറ്റി പറയാണ്ടാവും. എല്ലാം നല്ലതൊന്നും ആവണമെന്നില്ല, പക്ഷെ ഞാൻ എന്താണെന്ന് നിങ്ങൾക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. ഒന്ന് പറഞ്ഞോ. നിഷയുടെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ആദ്യം പോസിറ്റീവ്സ് വെച്ച് തുടങ്ങുകയാണല്ലോ നല്ലത്. അതാണ് കുറച്ചുള്ളൂ പെട്ടെന്ന് പറഞ്ഞത്. ആൾക്ക് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു, അല്ലെങ്കിൽ ഈ മുമ്പിൽ കാണുന്ന ഒബ്സ്റ്റാക്കിൾസ് ഒന്നും വലിയ വിഷയമില്ലാത്ത ആൾ എന്തുണ്ടെങ്കിലും അത് മുമ്പിലേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ മുമ്പിലേക്ക് പോകും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് നല്ല എനർജി ലെവല് ഒരു രക്ഷയില്ലാത്ത എനർജി ലെവൽ. അത് ആ എനർജി കൂടിയ കാരണമാണ് നമ്മളിപ്പോൾ 4 പേരും ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. കാരണം നിഷ എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അവള് ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഗ്യാങ് ഉണ്ടാവില്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ അവളെ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മഞ്ജുവിന്റെ ആണ്. കുറച്ച് കഴിയുമ്പോ അവള് പറയും പക്ഷെ ഇപ്പൊ ഈ സെലിബ്രിറ്റി ഒക്കെ ആവുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു സ്വന്തം നിഷ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അല്ല, ഇപ്പോഴും ഉണ്ട്. ഇന്നിപ്പോ സമയം കുറച്ച് കുറവാണെങ്കിലും അന്ന് ഞങ്ങള് കൂടുമ്പോൾ ഒരു വൈബും, അന്ന് നിഷയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് നമ്മളോട് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എല്ലാവരും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അതുപോലെ. അപ്പൊ എന്ത് ഡൗൺ ആയാൽ പോലും ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ അവളെ പോസിറ്റീവ് ആക്കിയിട്ട് ഞങ്ങൾക്ക് അവൾ അത്രയും ഹാപ്പി ആവും. കാരണം എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് മുഴുവൻ മറക്കും. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളുടെ. അതെ ആക്ച്വലി ഞങ്ങൾ എല്ലാ ദിവസവും ഈവൻ മാസത്തിൽ ഒരിക്കൽ പോലും കാണുക പോലും ഇല്ല. പക്ഷെ എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അവിടെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതിന്റെ ഒരു ഭയങ്കര ആ ഒരു ബോണ്ട് ഭയങ്കര അധികം. ഇതിൽ എന്റെ കയ്യിലെ അക്കൗണ്ടിൽ പൈസ ഇല്ലാണ്ടാവുമ്പോ ഞാൻ സാധാരണ തുണിക്കടയിലൊക്കെ ഞാൻ ബില്ലടിക്കാൻ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 500 രൂപയുടെ കുറവൊക്കെയുണ്ടാവും. നിങ്ങളോട് പറയണതിന് ഇപ്പൊ എന്താ കുഴപ്പമുള്ളത്? അടി സൗമ്യ ഒരു 500 വിട്ട്. മഞ്ജുരോട് ഞാൻ ചെറിയ എമൗണ്ടുകൾ ചോദിക്കില്ല. അവളോട് 3000-3500 ഒക്കെ ചോദിക്കുമ്പോ സൗമ്യയോട് ഇവിടെ ഞാൻ വിളിക്കാറില്ല. ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല. ഒരു കാശില്ലാത്ത ആള് വേറൊരു കാശില്ലാത്ത ആളെ വിളിക്കുന്നതില് എന്താ അർത്ഥമാണുള്ളത്? അതുകൊണ്ട് കാശൊക്കെ തന്നു ഇവര് സഹായിക്കാറുണ്ട്. തിരിച്ചു തരും. വിശ്വാസമുണ്ട്. അല്ല, പക്ഷെ അങ്ങനെ മെയിൻറ്റെയിൻ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര സ്ട്രഗിൾ ഒന്നും എടുക്കാറില്ല അല്ലേ? ലോ കോസ്റ്റ് ഫ്രണ്ട്ഷിപ്പ്. സ്വീറ്റ് ഗേൾസ് കൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലധികം സമയം നമ്മൾ മിണ്ടാറില്ല. സാധാരണ ഇതിൽ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ നമ്മളിടെ വേണ്ട പ്രോഗ്രാമിലാണെങ്കിലും എനിക്ക് സ്ത്രീകളല്ല, എന്റെ ഫ്രണ്ട്സ് മുഴുവൻ പുരുഷന്മാരാണ്. കാരണം പുരുഷന്മാരോടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. അവർ നമ്മളെ ജഡ്ജ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ ജഡ്ജ് ചെയ്യാത്ത കുറച്ച് സ്ത്രീകളെ കണ്ടുമുട്ടാന്ന് പറയുന്നത് തന്നെ കുറച്ച് അടിപൊളിയായിട്ടുള്ള കാര്യം. ഇതിൽ ഈ കൂട്ടത്തിൽ കുറച്ച് പക്വതയുള്ളവളായിട്ട് തോന്നുന്നത് ഇവിടെയാണെങ്കിലും ഇരിപ്പൊക്കെ കാണുമ്പോൾ സാധാരണ കമന്റ് പറയുമ്പോൾ ഇങ്ങനെയാണ്, ആ മറ്റേ 2 പെണ്ണുങ്ങളും ഭയങ്കര ജിഞ്ചറുകളാണ്, ആ കണ്ണട വെച്ച പാവ സ്ത്രീ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയാൻ പറ്റില്ല കൂട്ടത്തിൽ. പിന്നെ ഈ ഇരിക്കുന്നവൾക്ക് 55 വയസ്സുണ്ട്, പക്ഷെ സ്റ്റിൽ ലുക്കിംഗ് യങ് എന്ന് നിങ്ങൾ പറയണം. 53 വയസ്സുണ്ട് മഞ്ജുവിന്. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് കെട്ടിച്ചിട്ടില്ല. അല്ല, ഇനി ഇതിന്റെ താഴെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിന്നെ കുറിച്ചാണ് പറയാൻ പോണത്. അതുകൊണ്ടാണ്. നല്ല പ്രായമുണ്ട്, ഏജ് ഓവറാണ്. പിന്നെ സൗമ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡാൻസർ. അവളുടെ മുഖത്തെ ഭാവങ്ങൾ, നീ മറ്റേ നവരസങ്ങൾ ഞാൻ പറഞ്ഞ നവരസത്തിന്റെ പേരുകൾ പറഞ്ഞ സൗമ്യ ഇടും. നവരസത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. ശൃംഗാരം. സൗമ്യ നമുക്ക് 3, നീ സൗമ്യ പറയാം, നമുക്ക് 3 പേർക്ക് ഇടാം. ബൈ ദ വേ, നമ്മളിടത്തിന്റെ 3rd ആനിവേഴ്സറി ആണ് ജൂലൈ 12-ാം തീയതി. എല്ലാവരും വരണം. ചെറിയൊരു ചാർജ് ഒക്കെ ഉണ്ടാവും. ഇത്ര നാളും 2000 കൂടി, അത് 1500 ആക്കി കുറച്ചുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ വരട്ടെ പരിപാടിക്ക്, നിങ്ങളും വരണം കേട്ടോ. അപ്പൊ നമുക്ക് നവരസങ്ങൾ കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് തുടങ്ങിയൊരു വീഡിയോ. എല്ലാവരും ഇടുന്നുണ്ടോ? എല്ലാവരും ശൃംഗാരം.
എനിക്ക് ശൃംഗാരം വരില്ല. സോറി അളിയാ. സൗമ്യ നിർത്താണ്ട് എല്ലാ അതുകളും പറയും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. സീരിയസ് ആയിട്ട് പറഞ്ഞു. സീരിയസ് ആണ്. ഹാസ്യം, ഹാസ്യം, ഭയാനകം, ബീഭത്സം. അടുത്ത പേര് പറയൂ. വീര്യം, വീര്യം. വീരം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം? ഇവളയാണല്ലോ ദൈവമേ. ഗൈസ് ഒന്ന് തോന്നരുത് ഇതിങ്ങനെയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം. ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അപ്പൊ നമുക്ക് ഇനി ജൂലൈ 12 തേർഡ് ആനിവേഴ്സറിക്ക് ആനിവേഴ്സറിക്ക് എല്ലാവരും നമ്മളിടത്തിൽ അങ്ങനെ തന്നെ അതാണ്